നിങ്ങൾ എല്ലാവരെയും ഈ ആവണിപ്പാടത്തേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൃഷി ഗ്രൂപ്പുകാര് ആരും ഇതുവരെയും ചെയ്യാത്ത ഒരു സംഭവമാണ് ഞങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കൊണ്ടുള്ള എന്ത് സഹായം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചത്. അത് ഈ കൃഷി എന്ന് പറയുന്നത് തന്നെ ലോകത്തെ ഏറ്റവും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കാര്യമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ടാണ് കൃഷിക്കും കർഷകനും ഒക്കെ ലോകത്ത് ഇത്രയധികം ഒരു സ്വീകാര്യത ലഭിക്കുന്നത്. സ്വന്തം അധ്വാനത്തിലൂടെ മറ്റുള്ളവന്റെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു വിഭാഗമാണ് ഈ കർഷകരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൃഷിക്ക് ലോകത്ത് ഇത്രയധികം സ്വാധീനമുള്ളത്. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവിഴേശൻ കൃഷിക്കൂട്ടത്തിന്റെ കൂട്ടത്തിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ അതിമനോഹരമായൊരു പാടം തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുകയാണ്. ഈ ഫ്ലവർ ഷോ നടക്കുന്നതിൽ തന്നെ ഈ തിരുവിഴേശൻ കൃഷിക്കൂട്ടം ചെയ്തിരിക്കുന്ന വളരെ അത്ഭുതകരമായ ഒരു കാര്യം നമ്മളുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. രണ്ടുപേരുമാണ് നമ്മുടെ തിരുവിഴേശൻ ഗ്രൂപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാർ, അല്ലി ഏട്ടനും ജ്യോതിഷി ഏട്ടനും. ഇവരെ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തന്നെ ഇവർ രണ്ടുപേരും സുപരിചിതരാണ്. അപ്പൊ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ജ്യോതിഷേട്ടാ, അല്ലേട്ടാ, നമസ്കാരം. നമസ്കാരം. നമ്മള് എന്നും കൃഷിയിലൊരു വ്യത്യസ്തത അല്ല, ചെയ്യുന്ന കാര്യങ്ങളൊരു വ്യത്യസ്തത നിങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഈ ഓണത്തിന് നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഈ പൂപ്പാടം നമ്മൾ കണ്ടു. അപ്പൊ ഇതെന്താണ് നിങ്ങൾ ഇത് ഉദ്ദേശിക്കുന്നത്? നമ്മള് ഇത്തവണ ഓണം കളറാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഒരു 20,000 ചോട് ബന്ദിപ്പൂക്കളാണ് വെച്ചിരിക്കുന്നത്, ബന്ദിച്ചെടികളാണ് വെച്ചിരിക്കുന്നത്. അത് 5 വെറൈറ്റി കളറുകളാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വാടാമല്ലി, തുമ്പ അതുപോലുള്ള സാധനങ്ങൾ കൂടിയൊക്കെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഓണം കളറാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ പോയപ്പോൾ ആണ് നമ്മുടെ സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന വയനാട് ദുരന്തം ഉണ്ടായത്. കർഷകരെ സംബന്ധിച്ച് വയനാട്, ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വയനാട് ഒരു വലിയ കാർഷിക മേഖലയെ കാരണം വലിയൊരു അറ്റാച്ച്മെന്റ് ആ നാടിനോടുണ്ട്. ഇത് കർഷകരെന്ന രൂപത്തിൽ വയനാട് ദുരന്തമുണ്ടായവരെ എങ്ങനെ സഹായിക്കാം എന്നുള്ളത് ഒരു ആലോചന ഞങ്ങളുടെ ഗ്രൂപ്പ്, ഞങ്ങളുടെ കൃഷിക്കൂട്ടം ആലോചിക്കുകയും ഇത്തവണത്തെ ഫ്ലവർ ഷോ നടത്തണ പൈസ മൊത്തം വയനാട് ദുരന്തബാധിതർക്ക് സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കൂട്ടമായിട്ടുള്ള തീരുമാനം. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിന്റെ ആവണിപ്പാടം കൃഷി പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് സ്പോൺസർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ പദ്ധതി പ്രകാരം നമുക്ക് പൂവും പച്ചക്കറിയും ഒക്കെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്ക് സഹായം നൽകുക എന്നുള്ളതാണ്. ഞങ്ങള് കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവിഴ ദേവസ്വത്തിന്റെ കൃഷി സ്ഥലമാണ്. ഇത് ചേർത്തല തെക്ക് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷവും ആനന്ദവും നൽകുന്ന ഒരു സ്ഥലമാണ്. കാര്യം ഇത്രയും വലിയ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ പ്രദേശത്ത് ഇല്ലെന്ന് തന്നെ പറയാം. ഒറ്റ ഫ്ലോട്ടായിട്ട് കിടക്കണം. അതുകൊണ്ട് കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് ഞങ്ങൾ മാക്സിമം ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്ര ഏക്കർ സ്ഥലമാണ് നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്? ഇത് എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇത് 15 ഏക്കറാണ്. 15 ഏക്കർ കൂടാതെ വേറൊരു 4.5 ഏക്കർ കൂടിയുണ്ട്. അങ്ങനെ 19.5 ഏക്കർ സ്ഥലത്താണ് ഈ കൃഷിസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 15 ഏക്കർ തിരുവിഴ ദേവസ്വത്തിന്റെയും 4.5 ഏക്കർ വേറെ സ്വകാര്യ വ്യക്തികളുടെയും. നമ്മളിവിടെ വർഷം മുഴുവൻ എല്ലാ ദിവസവും വിളവെടുക്കാവുന്ന രീതിയിലാണ് കൃഷി നമ്മളിവിടെ ആരംഭിച്ചപ്പോ തൊട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു 20,000 ചോട് ബന്ദിയുണ്ട്, വാടാമല്ലി ഉണ്ട്, അതേപോലെ തന്നെ തുമ്പപ്പൂവുണ്ട്, ചീരയുണ്ട്, വെണ്ടയുണ്ട്, കുറ്റിപ്പയറുണ്ട്. കുറ്റിപ്പയർ തന്നെ 3 വെറൈറ്റി ഉണ്ട്. പിന്നെ മുളകുണ്ട്, പടവളുണ്ട്, പീച്ചിലുണ്ട്, വഴുതനയുണ്ട്, തക്കാളിയുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വർഷം മുഴുവൻ ഇങ്ങനെ ചെയ്യണം. പക്ഷെ ഇത്തവണ നമ്മൾ ഒരു ചേഞ്ച് വരുത്തിയിരിക്കണം. ഇച്ചിരി കൂടുതൽ സ്ഥലത്ത്, ഈ ഏരിയ ഉള്ളതിൽ കൂടുതൽ സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ സാധനവും റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഇച്ചിരി കൂടുതൽ നമ്മൾ ഓണം കളറാക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു അത് ഇച്ചിരി കൂടുതൽ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ സ്ഥലത്തിന്റെ 3 പാർട്ടായിട്ട് തിരിച്ച് 3 പാർട്ടായിട്ട് തിരിച്ചായിരുന്നു സാധാരണ ചെയ്തിട്ടിരുന്നത്. അതിനേക്കാൾ ഇച്ചിരി ഒരു കൂടുതൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അടുത്ത സ്ഥലത്ത് നമ്മൾ കൃഷിസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഉടൻ അടുത്ത സാധനം, ഈ സാധനം തീരുമ്പോൾ അടുത്ത സാധനം കിട്ടുന്ന രീതിയിലേക്കാണ് നമ്മൾ ഓരോ പദ്ധതികളും പ്ലാൻ ചെയ്തു പോകുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോ കേരളം പൊതുവെ ഒരു സീസണൽ കൃഷിയാണ്. ഇപ്പൊ നിങ്ങളുടെ അനുഭവത്തിൽ ശരിക്കും സീസണൽ കൃഷി കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും
പ്രയോജനമുണ്ടോ കർഷകന് എന്തെങ്കിലും? കർഷകനെ സംബന്ധിച്ച് സീസണൽ കൃഷി ചെയ്തു പോയാൽ കാർഷിക മേഖല പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാണ് പല കർഷകരും വന്നേച്ചും ഇട്ടേച്ചും പോകണം. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉൽപാദനം നടന്നെങ്കിൽ മാത്രമേ കാർഷിക മേഖല പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റിങ്ങിലും അത് വളരെ പ്രാധാന്യമുള്ള സാധനം. നമ്മളിപ്പോ ഒരു കടക്കാരുമായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ദിവസവും നമ്മൾ സാധനം കൊടുക്കണം. അത് കാരണം അതേ രീതിയിൽ പ്ലാൻ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് വിപണനത്തിനുള്ള സാധ്യത കൂടുകയുള്ളൂ. നമ്മളിൽ നിന്ന് മേടിക്കുന്നവർക്ക് നമ്മുടെ സ്ഥലത്ത് സ്ഥിരം വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കൃഷി കഴിഞ്ഞ് പിന്നെ ഒരു 3 മാസം ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നുള്ള എല്ലാ ആൾക്കാർ നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന കടക്കാരും അല്ല പച്ചക്കറി മേടിക്കുന്നവർക്കും വിട്ട് വേറെ സ്ഥലത്ത് പോകേണ്ടി വരും. അത് കാരണം കൃഷി എന്ന് പറയുന്നത് കേരളത്തിൽ പൊതുവെ അത്ര ആദായകരമായ ഒരു കൃഷി അല്ല. ബേസിക്കലി നമ്മുടെ ഒരു ക്ലൈമറ്റ് അനുസരിച്ചിട്ട് നമുക്ക് കൃഷി അത് ഭയങ്കര റിസ്ക് ഉള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം മാസീവായിട്ട് നമ്മൾ പൂക്കൃഷി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു അഭിപ്രായം? നമ്മൾ ഇത്രയും മാസീവായിട്ട് പൂക്കൃഷി ചെയ്യുന്നത് ഓണത്തിനോടനുബന്ധിച്ചാണ്. ഓണത്തിന് ആൾക്കാർ എന്തുകൊണ്ടാണ് ഓണത്തിന് കൂടുതൽ പൂവിന് ആവശ്യം വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എത്ര പൂ വിറ്റാലും എത്ര പൂ ഉൽപ്പാദിപ്പിച്ചാലും നമുക്ക് വിറ്റ് പോകാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെയാണ് പച്ചക്കറി ഉണ്ടാക്കുന്ന സമയത്തും ആദ്യകാലത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആൾക്കാരെ എത്തിച്ചുവിടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരുന്നു. പക്ഷേ അത് ക്രമേണ കൃഷി ചെയ്ത് ആൾക്കാരെ എല്ലാവരും ആ സ്ഥലത്തേക്ക് വരികയും അങ്ങനെ പച്ചക്കറി കൃഷി ലാഭകരമാക്കാൻ പറ്റുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പൂവും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ കൃഷി സ്ഥലങ്ങളിലെല്ലാം പച്ചക്കറികളും കാര്യങ്ങളും മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പൂക്കൃഷി ചെയ്യാനായിട്ട് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കാരണങ്ങളുണ്ട്. കാര്യം കർഷകരെ സംബന്ധിച്ച് നൂതന ആശയങ്ങൾ നടപ്പാക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരും. ഇപ്പൊ പൂക്കൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ട്രെൻഡ് എന്ന് പറയുന്നത് സെൽഫി എടുക്കല്, ഫോട്ടോ എടുക്കലാണ്. ഇപ്പൊ കല്യാണ ചെറുക്കനും പെണ്ണും വന്ന് ഫോട്ടോ എടുക്കുക, അല്ലെ ബർത്ത്ഡേക്ക് ഫോട്ടോ എടുക്കുക. കൃഷിസ്ഥലത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ളതാണ് വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ ചെയ്യുക. അപ്പോൾ നമ്മളെ കർഷകരെ സംബന്ധിച്ചുള്ള നേട്ടം കുറെ അധികം ആൾക്കാർ നമ്മുടെ കൃഷിസ്ഥലത്തിലേക്ക് വരും. നമ്മുടെ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ വിലക്ക് നമുക്ക് വിൽപ്പന നടത്താൻ പറ്റും. അത് കർഷകനെ സംബന്ധിച്ച് അധിക വരുമാനമാണ്. പിന്നെ ഇപ്പൊ കല്യാണ ടീമൊക്കെ വന്ന് അവരൊരു സന്തോഷത്തിന് നമുക്കൊരു ചെറിയൊരു തുക നമുക്ക് തരുന്നു. അതൊക്കെ കർഷകർക്ക് വരുമാനം കൂട്ടാനുള്ള മാർഗം. ഈ വരുമാനം കൂട്ടിയാൽ മാത്രമേ കാർഷിക മേഖല പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതിനെന്തെല്ലാം നൂതന ആശയങ്ങൾ നടപ്പാക്കാം എന്നുള്ളതാണ് കർഷകർ ഇപ്പൊ കലപ്പുറത്തെ കർഷകരെല്ലാം ചെയ്തിട്ടിരിക്കുന്നത്. അതിനുള്ള ഒരു പ്രദർശന തോട്ടം എന്ന രൂപത്തിലാണ്. ഇപ്പൊ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സാധനമാണ്. മുതിർന്നവർക്കും ഇതിപ്പോ എല്ലാവർക്കും ഒരു ആനന്ദകരമായിട്ടുള്ള ഒരു സീനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതില് കർഷകരെ സംബന്ധിച്ച് അഡീഷണൽ വരുമാനം വരും എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. വയനാട്ടിലുണ്ടായ ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഈ ഫ്ലവർ ഷോ ഞങ്ങൾ അവർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇതിനു മുമ്പത്തെ ഞങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ കൊറോണ കാലത്ത് തുടങ്ങിയ ഒരു കൃഷിക്കൂട്ടമാണ്. അന്ന് നമ്മൾ ചെയ്തത് പച്ചക്കറി കൃഷി ചെയ്യാൻ പുറത്തിറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ആ പച്ചക്കറി ഉൽപാദനം നടത്തി കൊറോണ ബാധിതരുടെ വീടുകളിൽ ആൾക്കാരുടെ എല്ലാം പോകാൻ മടിക്കുന്ന കാലത്ത് നമ്മൾ അവരുടെ വീടുകളിൽ തിരക്കി പിടിച്ച് വീടുകളിൽ കൊണ്ട് കൊടുക്കുകയും അവർക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം, ഗൾഫിൽ നിന്ന് വന്നവർ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. ആ ദുരന്തം നമുക്ക് എല്ലാവരുടെയും മുന്നിലുണ്ടല്ല. ആ സമയത്ത് നമ്മൾ അവരുടെ എല്ലാം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അവരുടെ വീടുകളിൽ കൊണ്ട് എത്തിച്ച് കൊടുത്താണ് നമ്മൾ ഈ കൃഷിക്കൂട്ടം തുടങ്ങിയത്. അതേപോലെ തന്നെ നമുക്ക് കൂടുതലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ വരാൻ നേരത്ത് നമ്മുടെ ഒരു വിഹിതം ഇവിടെയുള്ള അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, പിന്നെ ബഡ് സ്കൂളുകൾ, അവിടെയൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ സാധനം കൊണ്ടു കൊടുക്കും. നമ്മൾ പലരും ബർത്ത്ഡേ വരാൻ നേരത്ത് ഞങ്ങൾ അതിന്റെ പേരിൽ ഒരു പദ്ധതി നടപ്പാക്കി, ജൈവജ്യോതി എന്നും പറഞ്ഞ്. ഒരാൾ 1000 രൂപ എന്നാൽ നമ്മൾ ഒരു 1200 രൂപയുടെ പച്ചക്കറി അനാഥാലയത്തിലും വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഇന്ന് പടർന്ന് ഞങ്ങൾ ഈ ഒരു 10 പേരടങ്ങുന്ന ഗ്രൂപ്പ് ഇത്രയധികം പച്ചക്കറി, നമ്മൾ തുക പറയുന്നില്ല, നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ളൊരു പച്ചക്കറി ഉൽപാദനം നടത്തുന്ന രീതിയിലേക്ക് ഈ തിരുവിഴേശം ഗ്രൂപ്പ് മാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉൽപാദനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ പുരസ്കാരം, കൃഷിക്കൂട്ടങ്ങൾക്കുള്ള പ്രഥമ പുരസ്കാരം നമ്മൾ തിരുവിഴേശം കൃഷിക്കൂട്ടത്തിന് കിട്ടുകയും ചെയ്തു. കാരണം ഇപ്പൊ അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ ഓണത്തിന്റെ പരിപാടി? ഓണം അടിപൊളിയാണ്. ഓണം കളറാക്കും. ഓണം കളറാണ് മൊത്തം കളറായിരിക്കാണ്. ഒപ്പം ഞങ്ങള് വയനാട് ദുരിതാശ്വാസ ബാധിതരെ സഹായിക്കാനുള്ള വലിയ ഒരു പദ്ധതി കൂടി ഏറ്റെടുത്ത് നടത്തിയിരിക്കുക. അത് ശരിക്കും കേരളത്തിൽ വളരെ മാതൃകയായിട്ടുള്ള ഒരു പരിപാടിയാണ്. വയ്യ. തീർച്ചയായിട്ടും. വേറെ കൃഷി ഗ്രൂപ്പുകാര് ആരും ഇതുവരെയും ചെയ്യാത്ത ഒരു സംഭവമാണ് ഞങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മറ്റ് കൃഷി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മറ്റ് കർഷകർക്കും
ഇത് പ്രചോദനമാണ്. നമുക്ക് ഇവിടെ കിട്ടുന്ന മുഴുവൻ ഫണ്ടും നമ്മൾ ശേഖരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിനെ സഹായിക്കാൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ഇത് കാണാനായിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, വലിയ ആവേശത്തിലൂടെ ആൾക്കാർ വരുന്നുണ്ട്. ആവേശത്തിൽ വരുന്നുണ്ട്, ആളുകൾ സംഭാവനയും നൽകുന്നുണ്ട് ആവേശത്തിൽ. വളരെ നല്ല കാര്യം. ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ തോട്ടത്തിന്റെ പരിചരണം കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത്. വിളവെടുപ്പ് അതുപോലെ തന്നെ ചെടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവരാണ്. ഓണത്തിന്റെ പരിപാടികൾ എങ്ങനെയുണ്ട്? ഓണത്തിന് നല്ല രീതിയിൽ പോകുന്നു. ഇപ്പൊ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ഇവിടെ? ഒത്തിരി ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ട്. ഓക്കെ. ഇവിടെ ഇപ്പൊ നമ്മൾ ഓണത്തിന് വേണ്ടി എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? പാവൽ, പഴവളം, പീച്ചിൽ, വെണ്ട, വഴുതന, പച്ചമുളക്, തക്കാളി വേണ്ടിയിട്ടുള്ള എല്ലാ തന്നെ സാധനങ്ങളും ഇട്ടിട്ടുണ്ടോ? എല്ലാത്തരം സാധനങ്ങളും തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ഈ ഒരു ഫ്ലവർ ഷോ കാണാനായിട്ട് ആൾക്കാർ എത്തുന്നുണ്ടോ? എത്തുന്നുണ്ട്. നല്ല രീതിയിൽ. നല്ല രീതിയിൽ തന്നെ. ഓക്കെ. നിങ്ങളിവിടെ മൊത്തം എത്ര പേരാ ഉള്ളത്? മൊത്തം ഇപ്പൊ ഞങ്ങൾ 5 പേരാ ഉള്ളത്. 5 പേര്. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഈ ആവണിപ്പാടത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരു ജനതയെ സഹായിക്കാൻ കർഷകർ എന്ന രൂപത്തിൽ എന്ത് സഹായം ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നത്. എല്ലാവരും ഈ പൂന്തോട്ടം വന്ന് കാണുകയും ആസ്വദിക്കുകയും പച്ചക്കറി വാങ്ങുകയും ഇതെല്ലാം ചെയ്താൽ നമ്മളെല്ലാവരും തന്നെ ഈ നാട്ടിലുള്ള നമ്മുടെ ഈ വീഡിയോ കാണുന്നവരായാലും അല്ലാത്തവരായാലും എല്ലാവരും ഈ ആവണിപ്പാടത്തിലേക്ക് എത്തുക. തീർച്ചയായിട്ടും നമുക്കൊരു ജനതയെ സഹായിക്കാനായിട്ട് ഈ കർഷകരോടൊപ്പം തന്നെ നമുക്ക് നിലനിൽക്കാം. അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.